കഴിഞ്ഞ വർഷവും ഇതേ സമയമാണ് മൂകാംബികയിൽ എനിക്ക് പോകാൻ പറ്റിയത്. ഈ പ്രാവശ്യം ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ സമയത്ത് ഞാൻ മൂകാംബികയിൽ പോകും എന്നുള്ളത്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ പുലർച്ചെ 3 മണിക്കാണ് ഡിസൈഡ് ചെയ്യുന്നത് 9:30 ട്രെയിനിന് പോകാന്നുള്ളത്. എനിക്കിവിടെ വരിക എന്നുള്ളത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എന്തോ ഒരു പോസിറ്റിവിറ്റിയോ എനിക്കതിന് എന്താ വിളിക്കേണ്ടതെന്ന് അറിയില്ല. എനിക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നാറുണ്ട് എപ്പോൾ ഇവിടെ വന്നാലും. ഞങ്ങൾ എത്തിയതൊരു ചൊവ്വാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ ബുധനാഴ്ച രാവിലെയൊക്കെ നല്ല ദർശനം കിട്ടി. ഞങ്ങൾക്ക് നന്നായിട്ട് തൊഴാൻ വേണ്ടി പറ്റി. സകല കലകളുടെയും മൂർത്തിയാണല്ലോ മൂകാംബിക ദേവി. കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ വന്നപ്പോൾ ഭോ ശംഭോ എന്നുള്ള കീർത്തനം പാടണമെന്ന് വിചാരിച്ചെങ്കിലും എനിക്കതിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ആഗ്രഹം ഞാൻ ഈ വർഷം അങ്ങോട്ട് സാധിച്ചു. ഡാൻസ് എനിക്ക് കഴിഞ്ഞ 2 പ്രാവശ്യം ഇവിടെ കളിച്ചതുപോലെ പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. കാരണം സഡൻ വിസിറ്റ് ആയിരുന്നല്ലോ. അപ്പോൾ അധികം പ്രിപ്പയർ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഇവിടെ വന്നിട്ട് 2 സ്റ്റെപ്പ് ചെയ്യാണ്ട് പോകുന്നത് മോശമല്ലേ? അപ്പം ഞാൻ അതും ചെയ്യും. ഇവിടെ ഞങ്ങൾ എപ്പോൾ വന്നാലും ശീവേലിയും കഷായ തീർത്ഥവും ഒന്നും തന്നെ മിസ്സാക്കാറും ഇല്ല. ഇപ്രാവശ്യം ഞങ്ങൾ വരുമ്പോഴാണ് ഗുഹാക്ഷേത്രം ശ്രദ്ധിച്ചത്. അതുകൊണ്ട് 2ാമത്തെ ദിവസം വൈകുന്നേരം അവിടെയും തൊഴാൻ വേണ്ടി പോയി. എന്തോ ഒരു പ്രത്യേകതയുണ്ട് ആ ശിവലിംഗത്തിന്. നവചണ്ഡിക ഹോമം കൂടാണ്ട് ഇപ്രാവശ്യം അവിടെ ശതചണ്ഡിക ഹോമവും നടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും മൂകാംബിക എന്ന് പറയുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് സ്പോട്ടാണ്. എൻ്റെ ഒരു ഹാപ്പിനെസ്സും ആണ്.